ജർമ്മനിയിലെ നഴ്സിംഗ് ഹൗസ് ബിൽഡും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിവിടെ ഏതെല്ലാം ഫീൽഡിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും? ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. ജർമ്മൻ ഫീൽഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് മേഖലകൾ പരിചയപ്പെടുത്തി തരാം. അതായത് ഈ ഹൗസ് ബിൽഡും കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ജർമ്മനിയിൽ ഏതെല്ലാം മേഖലകളിൽ വർക്ക് ചെയ്യാൻ പറ്റും, എന്തുമാത്രം സാലറി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അതിൻ്റെ കുറച്ച് പോസിറ്റീവ് സൈഡ്, നെഗറ്റീവ് സൈഡ്, പിന്നെ അതുകൂടാതെ എന്തുമാത്രം ഫ്ലെക്സിബിളാണ് ഒരു ഫോറിനർ ഹൗസ് ബിൽഡിംഗ് വന്ന് ഇവിടെ ചെയ്തതിന് ശേഷം ആ ഒരു ലാംഗ്വേജ് സ്കിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്തുമാത്രം റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞതിന് ശേഷം എന്തുമാത്രം സാലറി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് അതിനെ ആസ്പദമാക്കിയിരിക്കുന്നത് രണ്ട് ഘടകങ്ങളാണ്. അതായത് പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എവിടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എവിടെ ചൂസ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും നിങ്ങളുടെ സാലറി എക്സ്പെക്റ്റേഷൻ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രൈവറ്റ് ആയിട്ടുള്ള സെക്ടറിലാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഓണർഷിപ്പ് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ആൾക്കാരുടെ കയ്യിലുള്ള ഒരു സ്ഥാപനമാണ് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാലറി നിങ്ങളുടെ നെഗോഷിയേഷൻ സ്കിൽസ് പോലെ ഇരിക്കും. അതായത് നിങ്ങൾ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ് വരുന്നു, എംപ്ലോയറുമായിട്ട് മീറ്റ് ചെയ്യുന്നു, ഇൻ്റർവ്യൂ എല്ലാം പാസ്സാവുന്നു, അതിനുശേഷം നിങ്ങൾ തമ്മിൽ സംസാരിക്കാൻ വേണ്ടിയുള്ളൊരു ചാൻസ് ഉണ്ടാകും. അതായത് എനിക്ക് ഇത്ര സാലറി വേണം, ഞാൻ പുതിയ ഹൗസ് ബിൽഡിങ്ങിലെ രീതികളാണ് പഠിച്ചു വന്നിരിക്കുന്നത്, എനിക്ക് ഈ ഒരു സ്ഥാപനത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പുതിയത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള രീതിയിൽ നെഗോഷിയേറ്റിംഗ് സ്കിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു സാലറി പ്രൈവറ്റ് സെക്ടറിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ എംപ്ലോയർ പറയുകയും ചെയ്യും, എനിക്ക് ഇത്ര മാത്രമാണ് തരാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു അവിടെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ആരും തന്നെ ഇല്ല. അതേസമയം പബ്ലിക് സെക്ടറിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരു കോൺട്രാക്റ്റ് എടുക്കുമ്പോൾ, ഈ ഒരു സ്ഥാപനത്തിൽ കോൺട്രാക്റ്റ് എടുക്കുമ്പോൾ ആ ഒരു കോൺട്രാക്റ്റിൽ തന്നെ പല പല ക്ലാസ്സുകളുണ്ട്. അതായത് ഒരു തുടക്കക്കാരൻ, നിങ്ങൾ പുതിയതായിട്ട് എക്സാം കഴിഞ്ഞ് വന്ന് ഫ്രഷ് ആയിട്ടുള്ളൊരു ആളാണ്, എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഏത് കാറ്റഗറിയിലായിരിക്കും നിങ്ങൾ ഈ ഒരു സ്ഥാപനത്തിൽ വരുന്നത്, അപ്പോൾ അവർക്ക് പറഞ്ഞിട്ടുള്ള മിനിമം സാലറി അത് ഫിക്സഡ് ആയിരിക്കും. നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ഒരാളാണ്, എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഇല്ല, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴത്തെ ലെവലിലുള്ളൊരു കാറ്റഗറിയിലായിരിക്കും വരുന്നത്. പക്ഷേ ഇവിടുത്തെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്ര വർഷം കഴിയുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 5 വർഷം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ച് സാലറി ഓട്ടോമാറ്റിക്കലി അവർ കൂടി തരേണ്ടി വരും. ഇതൊരു വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ് പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ. അതേസമയം പ്രൈവറ്റ് സെക്ടറിൽ നിങ്ങൾ 10 വർഷം വർക്ക് ചെയ്താലും 20 വർഷം വർക്ക് ചെയ്താലും എംപ്ലോയർ തീരുമാനിക്കുകയാണ്, ഓക്കെ എനിക്ക് ഈ സാലറി മാത്രമേ തരാൻ പറ്റുള്ളൂ, കൂട്ടി തരാനായിട്ട് പറ്റുകയില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് പറയുന്നത് വളരെ ചെറിയൊരു പോർഷൻ, അതായത് ഇത്ര വർഷം കഴിയാൻ നേരത്ത് ഈ ഒരു എംപ്ലോയർ ഇത്ര പെർസെൻറ്റേജ് കൊടുക്കണം എന്നുള്ള ചില കാര്യങ്ങൾ, നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ചില സ്ഥലത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് റിയലിസ്റ്റിക് അല്ല. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യാൻ നേരത്ത് എംപ്ലോയർ തീരുമാനിക്കുന്ന പോലെയാണ് പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ. നിങ്ങൾക്ക് നെഗോഷിയേറ്റിംഗ് സ്കിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പറഞ്ഞ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ, ഒരു 2 പേര് എക്സാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് പുതിയ എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഇല്ല, ഡയറക്റ്റായിട്ട് ഒരു എംപ്ലോയറുടെ അടുത്ത് പ്രൈവറ്റ് സെക്ടറിൽ പോയി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ 2 പേരുടെ നെഗോഷിയേറ്റിംഗ് സ്കിൽസ് വെച്ചിട്ടിരിക്കും നിങ്ങൾക്ക് 2 പേർക്കും കിട്ടാൻ പോകുന്ന സാലറി. ചിലപ്പോൾ ഒരാൾക്ക് കൂടുതലായിരിക്കാം, ചിലപ്പോൾ ഒരാൾക്ക് കുറവായിരിക്കാം. വർക്കിംഗ് ടൈം അല്ലെങ്കിൽ വർക്കിംഗ് പ്രിഫറൻസ്, ഏത് ദിവസം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് എടുക്കാൻ താല്പര്യമില്ല, വീക്കെൻഡുകളിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സെക്ടറിനെ ബാധിച്ചിരിക്കും. പബ്ലിക് സെക്ടറിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഓരോ ക്ലാസ് ലെവൽ എംപ്ലോയി എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. ആ ഒരു രീതിയിൽ വെച്ചിട്ട് യാതൊരുവിധ പരിഗണന നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആ ഒരു ക്ലാസ്സിലെ എംപ്ലോയി ഏത് രീതിയിൽ 100% ആണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഫുൾ ടൈം 8 മണിക്കൂർ അല്ലെങ്കിൽ 7.5 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നുണ്ടത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫ്രൂട്ടീൻസ് അല്ലെങ്കിൽ മോർണിംഗ് ഷിഫ്റ്റ്, ഈവനിങ് ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ്, വീക്കെൻഡ് വർക്ക്, അവധി ദിവസങ്ങളിലെ വർക്ക്, ഇതെല്ലാം ആ ഒരു റൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈമോ കാര്യങ്ങളോ ഒന്നും തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതേസമയം ഇവിടെയാണ് പ്രൈവറ്റ് സെക്ടറിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് വരുന്നത്. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ സമയത്ത് നിങ്ങൾ ആ പ്രൈവറ്റ് എംപ്ലോയറിനോട് പറയുകയാണ്, എനിക്ക് സൺഡേസ് വർക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഈവനിങ് വർക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് രാവിലെ എണീറ്റ് വന്ന് റൂട്ടീൻസ് അല്ലെങ്കിൽ മോർണിംഗ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് സെക്ടറിലെ എംപ്ലോയറിനോട് സംസാരിച്ച് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് 2 പേർക്കും ഒരു എഗ്രിമെൻറ്റിൽ എത്താൻ സാധിക്കും. ജർമ്മനിലെ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പഠിച്ച എല്ലാ അറിവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് അക്യൂട്ട് ഫ്ലീഗ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബേസ് ചെയ്തിട്ടുള്ളൊരു വർക്ക്. ഈ ഒരു മേഖലയിൽ തന്നെ ഒരുപാട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഇവിടെയും
പല പല രീതി, അതായത് എമർജൻസി മെഡിസിൻ, കാഷ്വാലിറ്റി പോലെയുള്ള ഭാഗങ്ങൾ, പീഡിയാട്രി, ഓൺകോളജി, പാലിയേറ്റീവ് മെഡിസിൻ, അല്ലെങ്കിൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്, സ്ട്രോക്ക് യൂണിറ്റ്, ഇങ്ങനെ ഒരുപാട് മേഖലകൾ ഈ ഒരു അക്യൂട്ട് ഫ്ലേഗയുടെ ഭാഗത്തിൽ വരുന്നു. ഇങ്ങനെയുള്ളൊരു മേഖലയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹൗസ്ഫുള്ളും കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റായിട്ട് ജോലി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഒരല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഈ നമ്മളുടെ ജർമ്മനിയിലെ നഴ്സിംഗ് ഹൗസ്ഫുള്ളും തന്നെ നമ്മളെ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക അല്ലെ ഫോർ എക്സാമ്പിൾ ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് ഹോമിനിട്ടോ വേണ്ടി മാത്രമല്ല നമ്മൾ പഠിപ്പിച്ചെടുക്കുന്നത്. ഈ ഹൗസ്ഫുള്ളും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു പ്രത്യേക മേഖലയിൽ 100% അറിവ് അല്ലെങ്കിൽ വളരെ ആഴത്തിലുള്ളൊരു അറിവ് ഉണ്ടാകണം എന്നില്ല. അതുകൊണ്ടിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് ശരിക്കുമുള്ള നിങ്ങളുടെ അറിവിൻ്റെ ഒരു യാത്ര എന്ന് വേണമെങ്കിൽ പറയാം തുടങ്ങുന്നത്. കാരണം ഈ ഹൗസ് ബിൽഡിങ്ങിൽ എല്ലാ മേഖലകളെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു തന്നതിന് ശേഷം പാസ്സാക്കിയാണ് ഇങ്ങോട്ട് വിടുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഹൗസ് ബിൽഡിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങളുടെ മെയിൻ ആർബൈറ്റ് ഗേബർ അല്ലെങ്കിൽ എംപ്ലോയർ ഹോസ്പിറ്റലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഹോസ്പിറ്റലും കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ നിൽക്കുക അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിൽ പോയി വർക്ക് ചെയ്താൽ കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമായിരിക്കും. അതേസമയം ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് നിങ്ങളെ ഹോസ്പിറ്റലും പൂർത്തിയാക്കിയത് എന്നുണ്ടെങ്കിൽ അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് വരാൻ നേരത്ത് നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇതൊന്നും കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെന്ന് കഴിയുമ്പോൾ മിനിമം 1 മാസത്തോളം നമ്മൾ വേറൊരു കൊളീഗിൻ്റെ കൂടെയായിരിക്കും ജോലി ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി, എന്താണ് ഇവിടുത്തെ രീതി, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എന്തൊക്കെ രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പോകുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ജോബിൻ്റെ ഗ്രൂപ്പുകൾ അവിടെയുണ്ട്. അതായത് ഡോക്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ള ആക്ടിവിറ്റീസിൻ്റെ കുറേ ഗ്രൂപ്പുകളുണ്ട്. അതായത് എഗോതെറാപ്പോയിറ്റ് അല്ലെങ്കിൽ ബെഷെഫ്റ്റിക്കും. ബെഷെഫ്റ്റിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസുമായിട്ടുള്ള രീതിയിൽ എങ്ങനെയൊക്കെ, അതായത് ശരീരം കൊണ്ട് മാത്രമല്ല അസുഖം, മനസ്സിലും അസുഖങ്ങൾ വരാം. അപ്പോൾ ആ ഒരു രീതിയിലേക്കൊക്കെ അങ്ങനെ കുറേ ഗ്രൂപ്പുകളുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് മിനിമം 1 മാസത്തോളം നിങ്ങൾ മറ്റൊരു കൊളീഗിൻ്റെ കൂടെയായിരിക്കും നടക്കുന്നത്. ആ 1 മാസത്തിലാണ് നിങ്ങൾ ഈ ജോബ് പഠിച്ചതിന് ശേഷം നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്നെങ്കിൽ മാത്രമേ അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കും. നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ടാവും, ഓക്കെ ഇന്നത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ സാധിക്കുമോ. അതായത് ഒരു 5-6 പേഷ്യൻറ്റിനെ നിങ്ങൾക്ക് തരുന്നു. ആ പേഷ്യൻറ്റിൻ്റെ A to Z ഉള്ള എല്ലാ കാര്യങ്ങളും, കൃത്യസമയത്തുള്ള മരുന്ന്, ഇൻഫ്യൂഷൻ ഇടുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവങ്ങളുണ്ടെങ്കിൽ അത് പുള്ളീനെ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വല്ല സ്കാനിങ്ങിനോ കാര്യങ്ങളിലോ അയക്കണോ, അതിൻ്റെ കോൺടാക്റ്റ് ആയിട്ട് അത് കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ട ആ ഒരു ഇത്, ഇങ്ങനെ കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഉറപ്പാണ്, റെഡിയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഒറ്റയ്ക്കുള്ളൊരു 6 പേരെ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ വേണ്ടി തരുള്ളൂ. അതുകൊണ്ടിട്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഹൗസ്ഫുള്ളും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പഠിച്ചു തീർത്തത് ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അവിടെ തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേസമയം നിങ്ങൾ മറ്റുള്ളൊരു മേഖലയിൽ നിന്നാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷേ ആ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യത്തിൽ അക്യൂട്ട് ഫ്ലേഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയാണ്. ഇതിൽ ഒരു സെക്കൻഡിൻ്റെ നമ്മൾ തീരുമാനമെടുക്കുന്നതിൻ്റെ സമയത്തിൻ്റെ വില അനുസരിച്ചിരിക്കും ഓരോ വ്യക്തികളുടെയും ആരോഗ്യത്തിൻ്റെ അവസ്ഥ മാറുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാവാം. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ്, അതായത് നമ്മൾ ജർമ്മൻ സ്കിൽസ് വളരെ ഹൈ ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോർണിംഗ് ഷിഫ്റ്റ്, ഈവനിങ് ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ് ഇതെല്ലാം ബാധകമായിരിക്കാം. കാരണം ഹോസ്പിറ്റലിൽ നമുക്ക് അധികം അങ്ങനെ നമ്മളെ ഇഷ്ടമനുസരിച്ച് നെഗോഷിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ അക്യൂട്ട് ഫ്ലേഗ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ക്യാൻസർ, ട്യൂമർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ ഞാൻ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഓരോ 3-6 മാസം കഴിയുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ തുടർന്ന് പഠിക്കുവാനായിട്ടുള്ള ഒരു കോഴ്സ് നമ്മുടെ എംപ്ലോയർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് തികച്ചും സൗജന്യവുമാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കുവാനും ഇത് സഹായിക്കുന്നു. ഇതിന് മറ്റൊരു ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ കോഴ്സ് ചെയ്തത് കൊണ്ടിട്ട് നിങ്ങളുടെ എംപ്ലോയറിന് വേണ്ടിയിട്ട് ഇത്ര വർഷത്തെ കമ്മിറ്റ്മെൻ്റ് അവിടെ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരം ബോണ്ട് സൈൻ ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്യും. ഇൻ കേസ് നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം ഈ ഒരു സ്ഥാപനം വിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പുതിയ സ്ഥാപനത്തിൽ പോകാൻ നേരത്ത്
നിങ്ങളുടെ ഈ പഠിച്ച എല്ലാ സർട്ടിഫിക്കറ്റുകളും വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ ഉയർന്ന തരത്തിലുള്ള ഒരു സാലറി ചോദിക്കാനായിട്ട് സാധിക്കും. അത് കൂടാതെ തന്നെ നിങ്ങൾ ഈ പഠിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു നേഴ്സ് എന്ന് പറയുന്ന ഒരു ജോബ് ചെയ്യുമ്പോൾ ഈ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, അതായത് ഡോക്ടേഴ്സായിട്ട് നിങ്ങൾ തുടർച്ചയായി സംസാരിക്കേണ്ടി വരും. നിങ്ങളുടെ പേഷ്യൻ്റെ കാര്യങ്ങൾ ഡോക്ടേഴ്സിന് ഇൻഫോം ചെയ്യണം, അതനുസരിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കണം. അതോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പി ഒരുപാട് പേരുണ്ടാവും ഈ ഒരു ഫീൽഡിൽ, അതായത് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കുവാനായിട്ട്. അപ്പോൾ അവരോട് നിങ്ങൾ സംസാരിക്കേണ്ടി വരും. ഇങ്ങനെ വേറെ മറ്റു പല പ്രൊഫഷണൽസ് ഈ ഒരു ഫീൽഡിൽ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നിങ്ങൾ, എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുന്നത്, നമ്മൾ ഒരു നേഴ്സാണ് അല്ലെങ്കിൽ ഒരുപാട് അറിവ് നമ്മൾക്കുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അറിവ് വെച്ചിട്ട് മറ്റുള്ളവർ ഒരുപാട് കാര്യങ്ങൾ സഹായിക്കുവാനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യം വെച്ച് നോക്കാൻ നേരത്ത് നിങ്ങൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഓക്കെ, നിങ്ങൾ ഒരു റെസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഫീല് നിങ്ങൾക്കുണ്ടാവും. അതുപോലെ തന്നെ അക്യൂട്ട് ഫ്ലീഗിലെ മറ്റ് 2 മേഖലകളാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് 2 മേഖലകളാണ് സ്ട്രോക്ക് യൂണിറ്റ്, പിന്നെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്. ഈ സ്ട്രോക്ക് യൂണിറ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ സ്ട്രോക്ക് ബേസ് ചെയ്തിട്ട് വരുന്ന, അസ്യൂം ചെയ്തുകൊണ്ട് വരുന്ന പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലും, ഇൻറ്റൻസീവ് ഞാൻ നേരത്തെ പറഞ്ഞ ICU നമ്മുടെ നാട്ടിലുള്ള നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റും. ഈ 2 ഡിപ്പാർട്ട്മെൻറ്റിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും അറിവ് വെച്ചുകൊണ്ട്, അതായത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ അറിവ് യൂസ് ചെയ്യേണ്ട ഒരു മേഖല തന്നെയാണ്. അതുകൂടാതെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് ഒരുപാട് തുടർന്ന് പഠിക്കുവാനുള്ള അവസരങ്ങൾ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് കിട്ടും. അതും തികച്ചും സൗജന്യവുമാണ്. യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. അക്യൂട്ട് ഫ്ലീഗിലെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ സർജറി ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ജോലി ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ 90% കേസുകളിലും നിങ്ങളൊരു എക്സ്ട്രാ കോഴ്സോട് കൂടിയായിരിക്കും അവിടെ തുടങ്ങുന്നത്. ഇത് നിങ്ങൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല, അവിടുത്തെ എംപ്ലോയർ നിങ്ങളെ ചെയ്യിപ്പിച്ചോളും. അതായത് നിങ്ങൾ 3 വർഷത്തെ ജർമ്മൻ നഴ്സിംഗ് ഹൗസ്പിറ്റലും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. പക്ഷേ ആ ഒരു രീതിയിലുള്ള അറിവ് നിങ്ങൾക്ക് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഒരു 90% കേസുകളിലും എംപ്ലോയർ നിങ്ങൾ ഈ ഒരു കോഴ്സ് ചെയ്യിപ്പിക്കും. അത് സൗജന്യമാണ്. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങളെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ സാലറി കിട്ടി തുടങ്ങും കേട്ടോ. അതല്ലാതെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സാലറി കിട്ടൂ, അങ്ങനെയൊന്നുമില്ല. ഈ ഒരു ഫീൽഡിലെ കുറച്ച് ഗുണങ്ങളും ദോഷങ്ങളും എന്ന് പറയുന്നത്, ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെ അറിവ് വേണ്ട ഒരു ഫീൽഡാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മറ്റുള്ള ജോലി വേറെ പ്രൊഫഷണൽസുമായിട്ട് സംസാരിക്കേണ്ടി, അതായത് സർജൻസ്, നോർമൽ ഡോക്ടേഴ്സ്, ഫിസിഷ്യൻസ്, അതുപോലെ തന്നെ അനസ്തസിസ്റ്റ്, അതായത് ആ ഒരു കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. അങ്ങനെ വലിയൊരു ഗ്രൂപ്പിൻ്റെ ഒപ്പമായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. പിന്നീട് ഒരു ഗുണം എന്ന് പറയുന്നത്, യൂഷ്വലി നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് അനുസരിച്ചിരിക്കും സർജറിയുടെ. യൂഷ്വലി നിങ്ങൾക്ക് അവധി ദിവസങ്ങളിലും അതുകൂടാതെ വീക്കെൻഡുകളിലും ജോലി ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഇല്ലയെന്നല്ല, കുറവായിരിക്കും കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ മറ്റൊരു ദോഷമെന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 4, 5, 6 മണിക്കൂർ സർജറി പോയിട്ടുണ്ടാകും. നിങ്ങളുടെ റോൾ അനുസരിച്ച്, നിങ്ങൾ ഏത് റോളാണ് ആ സർജറി ടീമിൽ ചെയ്യുന്നത്, റോൾ അനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്കൊരു ബ്രേക്ക് പോലും എടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ജോലി ഇത്തിരി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലിയാണ്. പക്ഷെ അതനുസരിച്ച് നല്ല കോമ്പൻസേഷനും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറിവ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നൊരു ജോലിയാണ്. അതുകൊണ്ടിട്ട് തന്നെ കുറച്ച് വർക്ക് ചെയ്താലും മതി. നിങ്ങളുടെ അറിവാണ് നിങ്ങൾക്ക് പണം സമ്പാദിച്ചു തരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു മേഖലയാണ് പാലിയേറ്റീവ് കെയർ. നിങ്ങളുടെ ഒരു പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളവിടെ ചെയ്യുന്നത്, ഈ ഒരു വ്യക്തിയെ ഫുൾ തെറാപ്പി എല്ലാം ചെയ്ത് കഴിഞ്ഞു വരുന്നൊരു വ്യക്തിയാണ്. നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് നല്ലൊരു മരണത്തിലേക്ക് ഇവരെ നയിക്കുക, അതായത് നല്ല സുഖകരമായിട്ടുള്ളൊരു മരണം കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ, അതായത് വേദനയൊന്നും കൂടാതെ അധികം കഷ്ടപ്പെടാതെ സമാധാനപരമായിട്ടുള്ളൊരു മരണം കൊടുക്കുവാൻ സാധിക്കുക. ഈ ഒരു മേഖലയാണ് പാലിയേറ്റീവ് ഫീൽഡ്. ഈ ഒരു ഫീൽഡിൽ പൊതുവേ സ്ട്രെസ്സ് കുറവായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഇമോഷണലി, അതായത് നിങ്ങൾ 3 ദിവസം വർക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഈ 3 ദിവസത്തിൽ ചിലപ്പോൾ ഒരു 6-7 വരെ മരിച്ചു പോയേക്കാം എന്നുള്ള രീതിയുണ്ട്. അപ്പോൾ നിങ്ങളിത് എല്ലാ ദിവസവും ഈ ഒരു രീതിയിൽ കണ്ട് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ ചിലപ്പോൾ ചിലവർക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സംസാരവും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പേഷ്യൻറ്റിൻ്റെ കെയർ, അതായത് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള വേദന കുറക്കാനുള്ള മരുന്നല്ലാതെ പേഷ്യൻറ്റിൻ്റെ ആരോഗ്യനില വർദ്ധിപ്പിക്കാനായിട്ടുള്ള മരുന്നൊന്നും തന്നെ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഹോമിൽ ചെയ്യുന്ന പോലെ ഈ പേഷ്യൻറ്റിനെ വാഷ് ചെയ്യുന്ന പരിപാടി അതൊന്നും തന്നെ ഇല്ല. എല്ലാം വളരെ മിനിമലായിരിക്കും.
സ്ട്രെസ്സ് വളരെ കുറവായിരിക്കും. പക്ഷേ മാനസികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ദിവസവും ഇങ്ങനെ മരിക്കാൻ വേണ്ടിയുള്ള ആൾക്കാർ വരുന്നു. നമ്മളുടെ ജോലി എന്ന് പറയുന്നത് പരമായിട്ടുള്ള മരണം കൊടുക്കുക. ഇത് എത്ര പേർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും എന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ലാത്ത ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു ഫ്യൂച്ചറുണ്ട്. പക്ഷേ ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് തുടർന്ന് പഠിച്ചു പോകാനുള്ള അവസരങ്ങൾ മറ്റുള്ള ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് പഠിച്ചുകൊണ്ട് പോകാൻ പുതിയ അറിവ് നേടുവാനായിട്ടുള്ള കാര്യങ്ങൾ കുറവാണ്. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ പാലിയേറ്റീവ് ഫീൽഡിൽ തുടർ പഠനം കുറവായിരിക്കും. മറ്റൊരു ഫീൽഡാണ് ഹോസ്പിറ്റ്സ്. അതായത് ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇത് പൊതുവേ ഒരു ശാന്തമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അതായത് ഒരുപാട് പ്രകൃതിയൊക്കെ ഉള്ള ഒരു എന്താ പറയുക, നല്ല രീതിയിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നല്ല ശാന്തപരമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിലുള്ള ഒരു സെറ്റിംഗ് ആണ് ഈ ഹോസ്പിറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ജോലി എന്ന് പറയുന്നത് ഇവിടുത്തെ പേഷ്യൻസിൽ 90% കേസായിട്ടുള്ള ആൾക്കാരും ഇവിടെ സ്വന്തമായിട്ട് വരികയാണ്. അതായത് ഇവരുടെ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടാകാം. ഈ അസുഖം എല്ലാ തരത്തിലുള്ള മരുന്നും തെറാപ്പി എല്ലാം കഴിഞ്ഞതിന് ശേഷവും ഭേദമാകില്ല എന്ന് ഉറപ്പ് വന്നുകൊണ്ടിട്ട് മരണത്തെ കാത്തു കിടക്കുന്ന, അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് കുറച്ച് കാലം ചിലവഴിക്കാൻ വേണ്ടി വരുന്നൊരു സ്ഥലമാണ് ഈ ഹോസ്പിറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പേയ്മെൻറ്റ് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. മറ്റുള്ളൊരു നേഴ്സ് എന്നുള്ളൊരു നിലയിൽ നിങ്ങൾക്ക് ക്യാഷ് മറന്നുകൊണ്ടിട്ട് കൂടുതൽ എന്താ പറയുക, മനസ്സുകൊണ്ട് വർക്ക് ചെയ്യുക എന്ന് പറയില്ലേ, അതായത് ഒരുപാട് അത്ര സുഖകരമായിട്ടുള്ള കാര്യമായിരിക്കില്ല. കാരണം ഞാനൊരു ഹോസ്പിറ്റൽസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കണ്ടത് ഒരു പേഷ്യൻ്റ് അദ്ദേഹത്തിൻ്റെ സ്വന്തം, അതായത് ശവക്കല്ലറ എങ്ങനത്തെ രീതിയിൽ ഡിസൈൻ ചെയ്യണം എന്നുള്ള സംഭവം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം മരിക്കാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ചിലവഴിക്കുന്നത് തന്നെയായിട്ടുണ്ട് ജീവിതത്തിൻ്റെ അവസാനത്തെ ഭാഗങ്ങളിൽ അവരോടുള്ള സംസാരം, അവർ ലോകത്തെ കാണുന്ന രീതികൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വന്തം മരണത്തിൻ്റെ ശവക്കല്ലറ എങ്ങനെ ഇരിക്കണം എന്നുള്ള ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവിടെ കണ്ടത്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൂടുതലും ക്യാഷ് മറന്നുകൊണ്ടിട്ട് മനസ്സുകൊണ്ടിട്ട് എന്താ പറയുക, നമ്മൾ ക്യാഷിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. എന്നാലും ഒരു പരിധി കഴിഞ്ഞാൽ മാനസികമായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം. നിങ്ങൾക്ക് അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല എന്നാണെങ്കിൽ ഓക്കെ. അതല്ല എന്നാണെങ്കിൽ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് മാനസികപരമായിട്ടുള്ളൊരു ശക്തി ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ നിങ്ങൾ ഒരു നേഴ്സായിട്ടായിരിക്കില്ല വർക്ക് ചെയ്യുന്നത്. ഒരു ജസ്റ്റ് ഒരു ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ, അത് പറയുന്നത് എനിക്ക് ചെറിയൊരു പേഷ്യൻ്റ് പറയുകയാണ് എനിക്ക് പെയിനുണ്ട്, അത് ഓക്കെ ഞാൻ സഹായിക്കാം, കുഴപ്പമില്ല, നമുക്ക് എന്താ ചെയ്യാൻ, ആ ഒരു ഫ്രണ്ട്ലി കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ആവശ്യമാണ്. അതുകൊണ്ടിട്ട് തന്നെ ഇവിടെ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. എല്ലാവർക്കും ഫ്രീ ആയിട്ട് സംസാരിക്കണമെന്ന് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പേഷ്യൻ്റ് അദ്ദേഹത്തിന് സംസാരിക്കുന്നതിനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ എടുക്കാനായിട്ടുള്ള ഒരു ലാംഗ്വേജ് ലെവൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. ഒരു ഹൗസ്ഫുള്ളും കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് ഇവിടെ ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പറയുന്നത് ജർമ്മൻ ഭാഷ എടുത്ത് പഠിച്ച് നമ്മളെപ്പോലെ ഒരു ഫോറിൻ രാജ്യത്ത് വന്നിട്ട് അവിടുത്തെ കോഴ്സ് ഫോറിൻ ലാംഗ്വേജ് ജർമ്മൻ ലാംഗ്വേജിൽ പഠിച്ചതിന് ശേഷം ഡയറക്റ്റ് ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു പെർസ്പെക്റ്റീവിനെ കുറിച്ചിട്ടാണ്. ഒരു സമയത്ത് ലാംഗ്വേജ് വളരെ ടോപ്പായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നമുക്ക് സ്വന്തമായിട്ട് കുറേ ജീവിതാനുഭവങ്ങളാണ് ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കുവാനായിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു ഫീൽഡിലും നിങ്ങൾക്ക് ജർമ്മൻ നഴ്സിംഗ് ഹൗസ്ഫുള്ളും കഴിഞ്ഞതിന് ശേഷം ആഗ്രഹമുണ്ടെങ്കിൽ ഹോസ്പിറ്റ്സ് എന്ന് പറയുന്ന ഒരു മേഖലയിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സൈക്യാട്രി നമ്മളുടെ ജർമ്മൻ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് ശേഷം പേയ്മെൻറ്റ് നല്ല രീതിയിൽ തരുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ നമ്മളുടെ പേഷ്യൻസ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് പോലെ തന്നെ മാനസികമായിട്ടുള്ള അസുഖങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇവിടെ പേയ്മെൻറ്റ് കൂടുവാൻ കാരണം ഈ ഗവൺമെൻറ് ഈ ഒരു ജോലിയെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ജോലിയായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഒരു ഫയർ ഫൈറ്ററിനെ പോലെയുള്ള ഒരു ജോലിയായിട്ടാണ് ഈ സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റ് കണക്കാക്കുന്നത്. അതുകൊണ്ടിട്ട് തന്നെ നിങ്ങളുടെ പേയ്മെൻറ്റിൽ ഒരു അലവൻസ് എപ്പോഴും കൂടുതലായിരിക്കും. ബേസിക് പേയ്മെൻറ്റിനേക്കാൾ കൂടുതൽ ഒരു അലവൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ രണ്ട് രീതിയിലുണ്ട്. അതായത് പ്രായമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മാനസിക അസുഖങ്ങളുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും അതല്ലാതെ ജനറലായിട്ടും. ഈ ബാക്കിയുള്ള എല്ലാ മേഖലകളിൽ ഈ പ്രായമുള്ളവരൊഴിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് വളരെ പ്രായം കുറഞ്ഞ, അതായത് 30 വയസ്സിൽ താഴെയുള്ള
പേഷ്യൻസിനെയാണ് ഞാൻ കൂടുതലും കണ്ടത്. അതിൽ ഭൂരിഭാഗം പേരും പല പല അഡിക്ഷൻസ് ഉള്ള ആൾക്കാരാണ്. ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പ്രോൺ അഡിക്ട്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ കോണ്ടാക്ട്, അതായത് പല പല മറ്റു സൊസൈറ്റി പരമായിട്ടുള്ള പേടിയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ അസുഖങ്ങളുണ്ട്. സൈക്കാട്രി, ഷിസോഫ്രീനിയ എന്നൊക്കെ പറയുന്ന പോലത്തുള്ള. ഞാൻ നാട്ടിൽ ഇതുവരെ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് കണ്ടിട്ടുള്ളത്. ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫീൽഡ് തന്നെയാണ്. നിങ്ങൾ ആ ജോലി വർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മേത്തൊരു സെൻസർ വെച്ചിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതായത് നിങ്ങൾ നിലത്ത് വീണ് കിടക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു അടി കിട്ടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സെൻസറിനെ മനസ്സിലാക്കി അലാറം പോവുകയും ആ ഫുൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു നിമിഷം കൊണ്ടിട്ട് ലോക്കാക്കി കളയുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ജോലിയിൽ നോർമൽ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്ന് വെച്ചിട്ട് ഇത് അത്ര അപകടകരമായിട്ടുള്ള ജോലി എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ടും ഉണ്ടാകും. കമ്പയർ ചെയ്ത് നോക്കുക നേരത്തെ ഇങ്ങനെയുള്ള റിസ്ക് കൂടുതലാണ്. പക്ഷേ ആ റിസ്കിന് നിങ്ങൾക്ക് പേയ്മെൻ്റ് ആയിട്ട് ഒരു പ്രത്യേക അലവൻസും കിട്ടുന്നുണ്ട്. പേയ്മെൻറ്റുള്ളതിൽ വെച്ച് നോക്കാൻ നേരത്തെ ഇത് ഇത്തിരി ബേസിക് പേയ്മെൻറ്റ് കൂടുതലാണ്. ഈ ഒരു ഫീൽഡിൻ്റെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് മേഖലകളെ ബാധകമാക്കി നിങ്ങൾക്ക് തുടർന്ന് പഠിക്കുവാനായിട്ടുള്ള ഒരു അവസരം കിട്ടും. ഈ ഒരു ഫീൽഡിൽ നിങ്ങൾ തുടർന്ന് പഠനം കൊണ്ട് മാത്രം നിങ്ങൾക്ക് നല്ലൊരു പൊസിഷനിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. ഒരു അസുഖത്തെ മനസ്സിലാക്കി ഒരു പേഷ്യൻ്റ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുകയാണെങ്കിൽ അയാളുടെ കേസ് പഠിച്ച് പുറകിലേക്ക് ഒരു 10 വർഷത്തെ പുറകിലേക്കുള്ള കേസ് ഇൻഫർമേഷൻസ് എല്ലാം എടുത്തുകൊണ്ടിട്ട് നിങ്ങൾക്ക് ഒരാളെ ആ ഒരു രീതിയിൽ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യാം, എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഇയാൾക്ക് പെട്ടെന്ന് ട്രിഗർ ആകും, ഇങ്ങനെയുള്ള നല്ല രീതിയിലുള്ളൊരു അറിവ് ആവശ്യമാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു ബോറിംഗ് ഫീൽഡായിട്ട് തോന്നില്ല. എല്ലാ ദിവസവും പല രീതിയിലുള്ള കാര്യങ്ങളാണ് കാണുന്നത്. മനുഷ്യരായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് മനുഷ്യരിൽ തന്നെ യുണീക്കായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള കുറേ ആൾക്കാരായിരിക്കും നിങ്ങൾ വരാൻ വേണ്ടി പോകുന്നത്. അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫീൽഡിൽ ഞാൻ എൻ്റെ ഹൗസ് ബിൽഡിങ്ങിൻ്റെ പ്രാക്ടിക്കൽസ് ആയിട്ട് ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. പെറ്റ്സെഡൻ വീസ്ലോ ഈ ഒരു സ്ഥലത്താണ് ഞാൻ പോയത്. അതൊരു വലിയൊരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ പ്രാക്ടീസ് നല്ലതായിട്ട് അല്ലെങ്കിൽ ഹൗസ് ബിൽഡിങ്ങിന് സഹായിക്കുന്ന ഒരു വ്യക്തി മലയാളിയായിരുന്നു. അപ്പോൾ അദ്ദേഹം എനിക്ക് ആ ഒരു സ്ഥലം മുഴുവൻ കാണിച്ചു തന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജോബായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട്. ജയിൽ പോലൊരു സെറ്റപ്പ് ഉണ്ട്. അതായത് മാനസിക അവസ്ഥ കാരണം, അസുഖങ്ങൾ കാരണം കൊലപാതകം ചെയ്തിട്ട് അവിടെ വരുന്ന ആൾക്കാരുമുണ്ട്. അതായത് നിങ്ങൾ ആക്ച്വലി ഒരു ജയിലിൽ, സൈക്കാട്രി ജയിലിൽ വർക്ക് ചെയ്യുന്ന ഇതുണ്ട്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ അലവൻസിൽ കുറച്ചും കൂടി കൂടുതലാണ്. അത് ഗെഷ്ലോസന സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് അടച്ചിട്ട അവസ്ഥ. നിങ്ങൾക്ക് ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ജയിലിൽ ആരെങ്കിലും വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അതേ പ്രൊസീജിയറാണ് നിങ്ങൾക്കും അവിടെ ജയിലിലേക്ക് വർക്കിന് വേണ്ടിയിട്ട് പോകുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. പേയ്മെൻറ്റും വളരെ നല്ല കൂടുതലാണ്. എല്ലാ രീതിയിലുള്ള വർക്ക് ഉണ്ട്. അതായത് മോർണിംഗ് ഷിഫ്റ്റ്, ഈവനിങ് ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ്, എല്ലാ കാര്യങ്ങളിലുള്ള വർക്കും ഉണ്ടാവും. ഞാൻ നേരത്തെ പോലെ തന്നെ പഠിക്കാനും ഒരുപാട് വൈറ്റർ ബിൽഡും അല്ലെങ്കിൽ തുടർ പഠനത്തിനുള്ള ഒരുപാട് അവസരങ്ങളും ഈ ഒരു ഫീൽഡിലുണ്ട്. ഞാൻ എന്തുകൊണ്ടും റെക്കമെൻഡ് ചെയ്യുന്ന നല്ലൊരു ഫീൽഡാണ് ഇത്. അതുകൂടാതെ തന്നെ ലാംഗ്വേജിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇല്ല. ഈ മാനസിക അസുഖങ്ങൾ ഉള്ള ആൾക്കാർ ക്ഷമ വളരെ കൂടുതലാണ്. അതായത് നിങ്ങൾ ഒരു പുതിയൊരാളെ കാണുകയാണെന്ന് അവർക്ക് ട്രിഗറുണ്ട്, ചില കാര്യങ്ങൾ ട്രിഗർ ആയിക്കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് പോകും. പക്ഷേ അതല്ലാതെയുള്ളൊരു കേസിൽ ഇവർക്ക് ക്ഷമ എന്നൊരു സംഭവം വളരെ കൂടുതലാണ്. നമ്മളൊരു ഭാഷയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആണ്. അവർ നമ്മളെക്കുറിച്ച് കാര്യങ്ങൾ അറിയാൻ, എന്തൊക്കെയാണ് നമ്മളുടെ രീതികൾ, നമ്മളുടെ ജീവിതം എന്തായിരുന്നു, അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവർക്ക് നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഒരു ഫീൽഡിൽ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതെല്ലാം അക്യൂട്ട് ഫ്ലേക്ക് അല്ലെങ്കിൽ ഷോർട്ട് ടേം കെയർ ആണ്, 3 മാസത്തിൽ താഴെ വരുന്നത്. ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ലാങ് സൈറ്റ് ഫ്ലേക്ക് അല്ലെങ്കിൽ ലോങ് ടേം കെയർ. ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓൾഡ് ഏജ് ഹോമിനെയാണ്. ജർമ്മനിയിലൊരു ഓൾഡ് ഏജ് ഹോമിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 3 തരത്തിലുള്ളൊരു വർക്ക് ഷിഫ്റ്റ് ഉണ്ടാവും. അതായത് മോർണിംഗ് ഷിഫ്റ്റ്, ഈവനിങ് ഷിഫ്റ്റ്, പിന്നെ നൈറ്റ് ഷിഫ്റ്റ്. ഈ ഒരു മോർണിംഗ് ഷിഫ്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡ്യൂട്ടിയിലുള്ള ഒരു നേഴ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്കിന് ചെല്ലുന്നു. കഴിഞ്ഞ ദിവസം എന്തൊക്കെയാണ് പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾ നടന്നത് എന്നുള്ളൊരു റിപ്പോർട്ട് വായിക്കുന്നു. അതിനുശേഷം ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഫോർ എക്സാമ്പിൾ ഇന്ന് ആ റിപ്പോർട്ടിൽ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടാവും ഇന്നത്തെ ഒരു ദിവസം ആ പേഷ്യൻറ്റിന് മെഡിക്കൽ എന്തെങ്കിലും ടെസ്റ്റുകൾ അയക്കാൻ വേണ്ടിയിട്ട് യൂറിൻ ടെസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈറ്റൽ സയൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നു. മരുന്നിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി വെക്കുന്നു. എന്നിട്ട് ആ ദിവസത്തെ ഡ്യൂട്ടിയിൽ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഈ ഒരു ടീമിൽ എക്സാം കഴിഞ്ഞിട്ടുള്ള നഴ്സുമാരും ഉണ്ട്. അതായത് എക്സാമിനേറ്റ് ഫഹ്റഹ്റ്റ് എന്ന് പറയും. അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള നേഴ്സും ഉണ്ടാവും,
അതേപോലെ തന്നെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഫ്ലീഗ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഫ്ലീഗ് ഹെൽപ്പ് എന്നൊക്കെ പറയും. ഇവരുടെ ജോലി എന്ന് പറയുന്നത് ഇവർ കൂടുതലും മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടിട്ട് പേഷ്യൻസിനെ വാഷ് ചെയ്യുക എന്നുള്ള രീതിയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പേഷ്യൻറ്റിനെ നിങ്ങൾ എടുക്കുകയാണ്, അതായത് 9 മണിക്ക് നിങ്ങൾക്ക് പ്രഷർ ചെക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു അസിസ്റ്റൻ്റ് അടുത്ത് എന്ന് പറയുന്നത് 9 മണിക്ക് എനിക്ക് പ്രഷർ ചെക്ക് ചെയ്യണം, നിങ്ങൾക്ക് ഈ ഒരു പേഷ്യൻ്റ് ആ സമയത്ത് റെഡി ആയിട്ട് വെക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അങ്ങനെയുള്ള രീതിയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു അസിസ്റ്റൻ്റ് ചെന്നിട്ട് അവരെ വാഷ് ചെയ്ത് റെഡിയാക്കി നിങ്ങൾക്ക് 9 മണിക്ക് എന്താ പറയുക ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാവുന്ന രീതിയിൽ അവർ എത്തിക്കുന്നു. ആ ഫുഡ് കഴിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളും നോക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെന്നിട്ട് പ്രഷർ ചെക്ക് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങൾ ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റുമാരുടെ സഹായം ഉണ്ടാവും. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ബോഡി വാഷിംഗ് എല്ലാം ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ ഓർക്കുമ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ ചെന്ന് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ വാഷ് ചെയ്ത് പോകും. അത് ചില ആൾക്കാർക്ക്, ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അത് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. എന്ത് തന്നെയായാലും ഓൾഡ് ഏജ് ഹോമിൽ നിങ്ങളെ സഹായിക്കുവാനായിട്ട് നിങ്ങൾക്ക് ആൾക്കാരുണ്ടാവും. ഒരു ടീം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ സെയിം പേഷ്യൻസ് ആണ്. നിങ്ങൾക്ക് ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞു പോകുന്നതോറും നിങ്ങളുടെ അവിടെയുള്ള ജോലികളിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഒരു ഓൾഡ് ഏജ് ഹോമിൽ 20-30 വർഷങ്ങളോളം വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും നാൾ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നു, വേറെ ഒന്നും പോകാൻ താല്പര്യമില്ലേ? അപ്പോൾ അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് അത്യാവശ്യം, ഓൾഡ് ഏജ് ഹോമിലെ പേയ്മെൻറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ പേയ്മെൻറ്റിൻ്റെ ബേസിൽ ഒരു കാരണവശാലും ഇവിടെ നിന്ന് പോകില്ല. മറ്റൊരു കാര്യം എന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ക്യാഷ് മാത്രമല്ലല്ലോ എല്ലാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ആ ഒരു രീതിയിൽ ഉദ്ദേശം എന്ന് പറയുന്നത് കംഫർട്ട്, അതായത് നിങ്ങൾക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയുള്ള ആൾക്കാരുമായിട്ടുള്ള നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നല്ലൊരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്, അതായത് കൊളീഗ്സ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഷ്യൻസ് ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരെയും അറിയാം, അവിടുത്തെ രീതികൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങൾക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറായിട്ട് നിങ്ങൾ ഇണങ്ങി ചേരുകയും പതുക്കെ ഓക്കെ അതെൻ്റെ ഒരു ഈസി ആയിട്ടുള്ളൊരു കാര്യമായി മാറിക്കൊണ്ടിരിക്കും. അതായത് നിങ്ങൾ ആദ്യത്തെ മാസം വർക്ക് ചെയ്യുമ്പോൾ ഒരു മോർണിംഗ് റൗണ്ട് തീർക്കുവാനായിട്ട് 1 മണിക്കൂർ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പകുതി സമയം കൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. കാരണം നിങ്ങളുടെ ഈ റൂട്ടീൻ ഡെവലപ്പ് ആക്കുകയും സമയം കൂടുന്നതോടും നിങ്ങളുടെ വർക്കിൻ്റെ കംഫർട്ട്നെസ് വളരെ ഈസി ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേയ്മെൻറ്റ് ഓൾഡ് ഏജ് ഹോമിൽ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഇപ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ അത്യാവശ്യം നല്ല രീതിയിൽ തുടർന്ന് പഠിക്കുവാനായിട്ടുള്ള അവസരങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. അതായത് പല കേസുകളിൽ പല പ്രത്യേകതരം അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് തുടർന്നുള്ളൊരു പഠനം ആവശ്യമാണ് എന്നുള്ളൊരു രീതി ഇവിടുത്തെ നഴ്സിംഗ് സിസ്റ്റം മനസ്സിലാക്കുകയും പഠിച്ചു കഴിഞ്ഞ നഴ്സുമാർക്ക് ആ ഒരു കോഴ്സ് എത്തിച്ചു കൊടുക്കുക. അതായത് എംപ്ലോയർ വഴി ആ ഒരു കോഴ്സിന് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടിട്ട് തുടർന്ന് പഠിക്കാനുള്ള ഒരു അവസരവും ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹൗസ്ഫുള്ളും, അതായത് ജർമ്മൻ ലാംഗ്വേജ് പുറത്തുനിന്ന് ഫോറിനറിനെ പോലെ ലാംഗ്വേജ് എടുത്ത് പഠിച്ചിട്ട് ആ ഒരു ഹൗസ്ഫുള്ളും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റിയ നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ലാങ് സൈഡ് ഫ്ലീഗ് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോംസ്. നിങ്ങൾക്കൊരു 4-വീലർ ലൈസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആകുന്ന മറ്റൊരു ജോലി മേഖലയാണ് ആംബുലാൻറ്റ് ഡീൻസ്റ്റ് എന്ന് പറയും. അതായത് ലാങ് സൈഡ് ഫ്ലീഗ് തന്നെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രായമായവരുമായിട്ട് ഡീൽ ചെയ്യുന്നൊരു മേഖലയാണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഷ്യൻസ് എല്ലാവരും അവരവരുടെ വീടുകളിലാണ്. അതായത് പേഷ്യൻസിന് ഒരു പരിധി വരെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഹെൽത്ത് കണ്ടീഷനിലായിരിക്കും. നമ്മളുടെ ജോലി എന്ന് പറയുന്നത് ഇവരുടെ വീടുകളിലേക്ക് ചെന്നിട്ട് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് പോരുക എന്നുള്ളതാണ്. പേയ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അന്വേഷിച്ച് ആംബുലൻസ് ഡീൻസ്റ്റുകളിൽ 4000 യൂറോ ആണ് സാലറി പറയുന്നത്. അത് അത്യാവശ്യം നല്ലൊരു സാലറിയാണ്. 4000 യൂറോ സാലറി, അതായത് ടാക്സിന് മുമ്പുള്ള സാലറിയാണ്. ഈ ടാക്സും ഡിഡക്ഷൻസും ഹെൽത്ത് ഇൻഷുറൻസും എല്ലാം കഴിഞ്ഞതിന് ശേഷം മിനിമം ഒരു 2800-2500 നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയേക്കാം. ഈ ഒരു കാര്യത്തിൽ ആംബുലൻസ് ഡീൻസിൻ്റെ പേയ്മെൻറ്റ് സിസ്റ്റം വളരെ നല്ലൊരു ഉയർന്ന തലത്തിലാണ് നിൽക്കുന്നത്. ഞാൻ ഹൗസ്ഫുള്ളും സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ മെയിൻ എംപ്ലോയർ ആംബുലൻസ് ഡീൻസ്റ്റ് നിന്നുള്ളൊരു എംപ്ലോയർ ആയിരുന്നു. ഞാനിപ്പോൾ ചേഞ്ച് ചെയ്തു. ഞാൻ ഒരു ദിവസത്തെ ഡീൻസ്റ്റ് എങ്ങനെയായിരിക്കും, ആംബുലൻസ് ഡീൻസ്റ്റ് എങ്ങനെയായിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ട് പറഞ്ഞുതരാം. 6 മണിക്ക് ഡീൻസ്റ്റ് തുടങ്ങുന്ന രീതിയിലായിരിക്കും വർക്ക് പ്ലാൻ ചെയ്യുന്നത്. അതായത് 6 മണി 6:15 ഫസ്റ്റ് പേഷ്യൻറ്റിൻ്റെ അടുത്ത് എത്തുക എന്നുള്ള രീതിയിൽ. ഈ ഒരു രീതിയിൽ നിങ്ങളൊരു അരമണിക്കൂർ മുമ്പായിട്ട് നിങ്ങൾ വർക്ക് പ്ലേസിൽ എത്തുന്നു. നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ ലൈസൻസ് ആവശ്യമാണ്.
നിങ്ങൾ പോകാനായിട്ടുള്ളൊരു കാറ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ എംപ്ലോയർ നിങ്ങൾക്ക് കാറ് അവിടെ നിന്ന് തരും, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ്, പെട്രോൾ എക്സ്പെൻസ്, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എംപ്ലോയർ പേയ്മെൻറ്റ് കൊടുക്കും. ഏതാണെങ്കിലും ഒരു അരമണിക്കൂറിനും വർക്ക് തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പായിട്ട് നിങ്ങൾ വർക്ക് സ്ഥാപനത്തിലെത്തുന്നു. യൂഷ്വലി നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഒരു മൊബൈൽ വെച്ചിട്ടായിരിക്കും. അതായത് ഒരു മൊബൈൽ, ഒരു പ്രത്യേകതരം ആപ്ലിക്കേഷനുകൾ ഉണ്ടാവും. ഈ ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ ID ലോഗിൻ ചെയ്ത് കയറിയതിന് ശേഷം നിങ്ങൾക്ക് അന്നത്തെ ദിവസം വർക്കിൽ പ്ലാൻ ചെയ്തിട്ടുള്ള പേഷ്യൻസിൻ്റെ ലിസ്റ്റ് വരികയും ഓരോ പേഷ്യൻറ്റിൻ്റെ അവിടെ എത്ര മണിക്ക് എത്തണം, എത്ര സമയം നിങ്ങൾക്ക് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആയിരിക്കും ഈ ഒരു ആപ്പിൽ ഉണ്ടാകുന്നത്. നിങ്ങളവിടെ അരമണിക്കൂർ മുമ്പേ വന്നിരുന്നു ഓരോ പേഷ്യൻ്റെയും കാര്യങ്ങൾ എടുത്ത് നോക്കിയിട്ട് റിപ്പോർട്ടുകൾ വായിച്ചു നോക്കുന്നു. അതായത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഉണ്ടോ. അതിനുശേഷം ചില പേഷ്യൻസിന് മരുന്ന് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാവും. ചില പേഷ്യൻസിന് ചിലപ്പോൾ വല്ല മുറിവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ മെറ്റീരിയൽസ് ചിലപ്പോൾ ഓഫീസിലായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ വീടുകളിലായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം വേണ്ട സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടിട്ട് നിങ്ങൾ കാറിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, പേഷ്യൻ്റെ അടുത്തേക്ക് യാത്രയാവുന്നു, ജോലി തുടങ്ങുന്നു. ടീമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ദിവസം നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഒരു 8 മണിക്കൂർ ആംബുലൻസ് അറ്റൻഡൻസിൽ ജോലി ചെയ്തെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേഷ്യൻസ് അത്യാവശ്യം പേര് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ആ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പായിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലി തുടങ്ങുന്നത് ഈവനിങ് ഷിഫ്റ്റിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആംബുലൻസ് അറ്റൻഡൻസിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കാലത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, ഉച്ചക്കുള്ളിലായിട്ട് അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഒരു മാക്സിമം ഒരു 1 മണി 2 മണി 2:30ക്കുള്ളിൽ നിങ്ങളുടെ ജോലിയെല്ലാം തീർന്നു. ഇത് എല്ലാ ദിവസവും ഇങ്ങനെ ആകണം എന്നില്ല. കാരണം നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് അധികം സ്ട്രെസ്ഡ് ആവാതിരിക്കാൻ വർക്ക് മാറ്റിക്കൊണ്ടിരിക്കും. അതായത് ഒരാഴ്ച ഒരു വലിയ ഡീൻസ്റ്റ് ആയിരുന്നെങ്കിൽ അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഒരു ചെറിയ ഡീൻസ്റ്റ് ആയിരിക്കും. ഇത് നിങ്ങൾ മണിക്കൂറിനെയും ബാധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരാഴ്ച ഫുൾ ടൈം എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ഇത്ര മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്യണം എന്നുണ്ടല്ലോ. ഈ ഒരു രീതിയിൽ തന്നെ പ്രൈവറ്റ് എംപ്ലോയർമാർ ചെയ്യുന്നത് ഞാൻ കണ്ടു വന്നിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഫുൾ ടൈം എംപ്ലോയി ആണ്, നിങ്ങൾ 100% വർക്ക് ചെയ്യുന്നു, ആഴ്ചയിൽ 40 മണിക്കൂറോ 38 മണിക്കൂറോ നിങ്ങൾ വർക്ക് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഡീൻസ്റ്റ് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മണിക്കൂർ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ഒരു മാസം അവസാനം ആകുമ്പോഴേക്കും നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ് നിങ്ങൾക്ക് ഫുൾ പേയ്മെൻറ്റ് തന്നെ കിട്ടും. പക്ഷേ ഹവേഴ്സ്, അതായത് ഒരാഴ്ച നിങ്ങൾ കുറച്ച് സമയമാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് യാതൊരുവിധ രീതിയിലും കുറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ മണിക്കൂർ, അതായത് മീനുസ്റ്റ് ഉണ്ട് എന്ന് പറയും. അതായത് നിങ്ങളുടെ കോൺട്രാക്റ്റിൽ പറഞ്ഞ പോലെ 40 മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ മൈനസ് എത്ര മണിക്കൂറാണ് നിങ്ങൾ കുറവുള്ളത്, ആ ഒരു കണക്ക് നിങ്ങൾക്ക് എല്ലാ മാസവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതായത് കുറവ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോരം കുറവ് വർക്ക് ചെയ്തു എന്നുള്ളൊരു കണക്ക് അടുത്ത മാസത്തെ വർക്കിംഗ് അവേഴ്സിലേക്കും, അതായത് ഇത്രയും കുറവ് മണിക്കൂർ നിങ്ങൾ എന്തെങ്കിലും ഒരിക്കലും കൂടുതൽ എക്സ്ട്രാ വർക്ക് ചെയ്ത് തീർക്കണം. പക്ഷെ ഭൂരിഭാഗം വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള ആംബുലൻസ് ഡീൻസ്റ്റുകളിൽ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം അവർ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തത്. മണിക്കൂറിൻ്റെ കണക്കും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകാം, പക്ഷേ അത് ഫോളോ ചെയ്ത് അടുത്ത മാസം നിന്നെ കൊണ്ട് ഇത്രയും എക്സ്ട്രാ വർക്ക് ചെയ്യിപ്പിക്കുന്നു, അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആംബുലൻസ് അറ്റൻഡൻസിൽ, ഇവിടെയുള്ള ആംബുലൻസ് അറ്റൻഡൻസിൻ്റെ വർക്ക് ചെയ്യുന്ന വണ്ടി എന്ന് പറയുന്നത് മിനി കൂപ്പറൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് കീപ്പ് ചെയ്യുകയും നിങ്ങളുടെ പ്രൈവറ്റ് യൂസിന് ഉപയോഗിച്ച് കഴിയുമ്പോഴുള്ള പെട്രോൾ വരെ നിങ്ങളുടെ എംപ്ലോയർ പേ ചെയ്യാൻ തയ്യാറാകുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ സർവീസ്, ഇൻസ്പെക്ഷൻ, ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. സാലറിയുടെ വളരെ ചെറിയൊരു തുക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാറ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. ഒരു വർഷം കഴിഞ്ഞ് നല്ലൊരു റിലേഷൻഷിപ്പ് എംപ്ലോയറായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു കാറ് നിങ്ങൾ ജോലി ചെയ്യുന്ന അത്രയും നാൾ നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നടക്കാം. പിന്നെ ഈ ഫീൽഡിൽ ഉള്ള ഒരു ചെറിയൊരു നെഗറ്റീവ് സൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു പേഷ്യൻറ്റ് നമുക്ക് ഒരു ഡീൻസ്റ്റ് പ്ലാൻ അല്ലെങ്കിൽ ഒരു ജോലിയുടെ പ്ലാൻ തന്നിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു ഇത് ഫോളോ ചെയ്യുമ്പോൾ ഒരു പേഷ്യൻ്റെ അടുത്ത് എത്തുമ്പോൾ ആ പേഷ്യൻ്റ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിലത്ത് വീണ് കിടക്കുകയാണ് എന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഒന്ന് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും പോകുന്നത്. നിങ്ങൾ അകത്തേക്ക് ചെല്ലുമ്പോൾ ആ പേഷ്യൻ്റ് അവിടെ നിലത്ത് വീണ് കിടക്കുകയാണ്, എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ നേരത്തെ നിങ്ങൾ ആംബുലൻസ് വിളിക്കണം, വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ മിനിമം ആംബുലൻസ് വരികയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും വരുന്നത് വരെ നിങ്ങൾ അവിടെ നിൽക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 5 മിനിറ്റാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് വിചാരിക്കുക.
ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാണ്ട് 5 മിനിറ്റ് പ്ലാൻ ചെയ്യുന്നു. പക്ഷേ ഈ ഒരു ആക്സിഡൻറ്റ് കേസ് കാരണം നിങ്ങൾ ഈ ഒരു പേഷ്യൻ്റെ അടുത്ത് ഒരു 45 മിനിറ്റോളം നിന്നു എന്ന് വിചാരിക്കുക. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത പേഷ്യൻറ്റ് ഒരു പക്ഷേ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ 45 മിനിറ്റിൻ്റെ ഡിലേ അതെല്ലാം ബാധിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ അടുത്ത എല്ലാ പേഷ്യൻറ്റുകളും ഈ 45 മിനിറ്റ് ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം വണ്ടി സ്പീഡിൽ ഓടുകയും ധൃതി പിടിച്ചെല്ലാം ചെയ്യുക, ആ ഒരു ചെറിയൊരു സ്ട്രെസ് ഫാക്ടർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ആംബുലൻസ് ഫീൽഡിലുള്ള ഒരു ചെറിയൊരു നെഗറ്റീവ് സൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈമെല്ലാം പ്ലാൻ ചെയ്ത് തന്നിട്ടുണ്ടാവാം. എന്ന് വേണമെങ്കിലും ഈ ഒരു സമയത്തിൻ്റെ ആ ഒരു പ്ലാനിങ് തെറ്റിപ്പോവുകയും പിന്നീട് നിങ്ങൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ, അതായത് സമയമെല്ലാം ഇഗ്നോർ ചെയ്തുകൊണ്ടിട്ട് പേഷ്യൻസിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് തൊട്ടടുത്തുള്ള പേഷ്യൻസിനേക്ക് തീർത്തിട്ട് അതിനുശേഷം ദൂരത്തുള്ള പേഷ്യൻറ്റിലേക്ക് എറിയാൻ പോവുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ ഇതാണ് ഒരു ചെറിയൊരു നെഗറ്റീവ് സൈഡ്. എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, ജർമ്മനിയിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ചായിരുന്നു. അതായത് നഴ്സിംഗ് ഹോസ്പിറ്റലും കഴിഞ്ഞത് വെച്ചിട്ട് നമ്മൾക്ക് കിട്ടാവുന്ന സാലറി, ഇനി ഫ്യൂച്ചറിലും വരാൻ പോകുന്ന സാലറി എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾക്ക് ജർമ്മനിയിൽ ഒരു ആവറേജ് ഇൻകമുള്ള ഒരാളിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള ഒരു ഇൻകമാണ് ഈ ഒരു നഴ്സിംഗ് ഹോസ്പിറ്റലും കൊണ്ട് ഒരു ബിഗിനറിന് കിട്ടുന്നത്. അതിനുശേഷം വർഷങ്ങൾ കൂടുന്തോറും എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളുടെ വൈറ്റർ ബിൽഡിങ് അല്ലെങ്കിൽ തുടർ പഠനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് കൂടുതലാണ്. ഒരു ഫാമിലിയിൽ 2 പേര്, അതായത് ഹസ്ബൻഡ് വൈഫ്, ആ ഒരു രീതിയിൽ 2 പേരും ഈ ഒരു ഫീൽഡിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ജർമ്മനിയിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു എബവ് ആവറേജ് അല്ലെങ്കിൽ ചെറിയൊരു റിച്ച് ലെവലിൽ നിന്ന് പറയാൻ പറ്റില്ല, ആ ഒരു എബവ് ആവറേജ് ലെവലിലുള്ള ഒരു ഇൻകം ഉള്ള ഒരു ഫാമിലിയായിട്ട് നിങ്ങൾക്ക് മാറുവാനും സാധിക്കും. വളരെ എന്താ പറയുക, നല്ലൊരു ഫ്യൂച്ചറുള്ള ഈസി ആയിട്ടുള്ളൊരു അധികം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ജോബ് സേഫായിട്ട് വെച്ചുകൊണ്ടിട്ട് തന്നെ മുന്നോട്ട് പോയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് വർക്ക് ചെയ്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിലും കഴിയുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഓൾഡ് ഏജ് ഹോമിൽ തന്നെ, പറ്റുമെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ നിൽക്കുക, അല്ലെങ്കിൽ മറ്റൊരു ഓൾഡ് ഏജ് ഹോമിൽ പോവുക. ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഹോസ്പിറ്റലും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വർക്ക് തുടങ്ങുക. ഒരു വർഷത്തോളം വർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടും. ഒറ്റയ്ക്കൊരു പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്ത് ബാക്കി ഡോക്ടേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും, അതേപോലെ തന്നെ ഈ ഓൾഡ് ഏജ് ഹോമിൽ ഒരു ഫുൾ സ്റ്റേഷൻ നിങ്ങൾ ലീഡ് ചെയ്ത് ആ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒരു വർഷം കൊണ്ട് കിട്ടുകയും ചെയ്യും. ലാംഗ്വേജ് വളരെ പെട്ടെന്ന് ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡിലേക്ക്, അല്ലെങ്കിൽ പേയ്മെൻറ്റ് കൺസിഡർ ചെയ്തിട്ടോ, നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് ഇവിടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡിലേക്ക് പോവുക. അതായത് ഹോസ്പിറ്റലും കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വർഷം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ വർക്ക് ചെയ്തത് അതേ അല്ലെങ്കിൽ സെറ്റിങ്ങിൽ തന്നെ നിൽക്കുക. അല്ലെങ്കിൽ ലാങ് സൈറ്റിലേക്കോ അല്ലെങ്കിൽ ലോങ് ടേം കെയറോ അല്ലെങ്കിൽ ഷോർട്ട് ടേം കെയറോ ഹോസ്പിറ്റലോ ഓൾഡ് ഏജ് ഹോമോ ഈ ഒരു സ്ഥലത്ത് തന്നെ ചെയ്ത്, എവിടെയാണോ ഹോസ്പിറ്റലും ചെയ്തത് അവിടെ തന്നെ നിൽക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞതിന് ശേഷം, ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയതിനു ശേഷം മറ്റൊരു ഫീൽഡിലേക്ക് പോവുക. പിന്നെ ഒരു ചെറിയൊരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഹോസ്പിറ്റലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാക്ടിക്കൽസ് ആയിട്ട് പല ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങൾ പോകും. നിങ്ങൾ പോകാൻ നേരത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുക. അതായത് നല്ലൊരു പഠിക്കുവാനായിട്ട് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ അവിടെ കാണിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് അറിവ് മാക്സിമം നേടുക. ഇത് പറയാൻ കാരണം എന്ന് പറയുന്നത്, എനിക്കും ഇതേപോലെ ഞാനൊരു സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയപ്പോൾ ഞാൻ നല്ല രീതിയിൽ എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞാൻ ഒരുപാട് എൻ്റെ കയ്യിൽ നിന്ന് എഫേർട്ട് ഇട്ടിട്ട് എക്സ്ട്രാ സമയത്തൊക്കെ അവിടെ നിന്നുകൊണ്ടിട്ട് ഞാൻ അവിടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിച്ചിരുന്നു, പഠിക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്കും അത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി, അതായത് ഞാൻ ജോലിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പുതിയൊരു കോഴ്സ് പഠിച്ചുകൊണ്ടിട്ടാണ്, എനിക്ക് പേയ്മെൻറ്റും കിട്ടും, ആ ഒരു രീതി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ടുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫീൽഡിൽ നിങ്ങൾ പ്രാക്ടിക്കൽസ് പോകാൻ നേരത്തെ അവിടെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുക. ചിലപ്പോൾ ഹോസ്പിറ്റലും കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ നല്ലൊരു പേയ്മെൻ്റ് ഉള്ളൊരു ജോലി നിങ്ങൾക്ക് ഓഫർ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റലും ചെയ്യുമ്പോഴുള്ള പ്രാക്ടിക്കൽസ് സില്ലി ആയിട്ട് എടുക്കരുത്. വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുക. ചിലപ്പോൾ ഭാവിയിലെ നല്ലൊരു ഓഫറായിരിക്കും നിങ്ങൾക്ക് ആ ഒരു പെർഫോമൻസ് കൊണ്ട് കിട്ടാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ ഹോസ്പിറ്റലും കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു പുതിയൊരു സ്ഥലത്ത് പോകുവാൻ നേരത്ത് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പുവരുത്തുക, ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് തുടർന്ന് പഠിക്കുവാനായിട്ടുള്ള ഒരു അവസരങ്ങളുടെ ലഭ്യത എന്തുമാത്രം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ജോബ് ഇൻ്റർവ്യൂ തന്നെ ചോദിക്കുക. കാരണം നിങ്ങൾക്ക് യാതൊരുവിധ തുടർന്ന് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം അവിടെ നിന്ന് തരുന്നില്ല എന്നുണ്ടെങ്കിൽ, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിട്ട് നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നു, ലാംഗ്വേജ് ബെറ്റർ ആവുന്നു,
പേയ്മെൻറ്റ് കിട്ടുന്നു, സാലറി കിട്ടുന്നു. ഇതല്ലാതെ നിങ്ങളുടെ കരിയറിനെ സഹായിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ കരിയറിനെ സഹായിക്കുന്ന രീതിയിലൊന്നും തന്നെയാണ് കിട്ടുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ തുടർന്ന് പഠനം അവസരങ്ങൾ തരാത്തൊരു സ്ഥലത്ത് യാതൊരു കാരണവശാലും പോകരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അവസാനമായിട്ട് ഒരു കാര്യം കൂടിയാണ് പറയാനായിട്ടുള്ളത്. നിങ്ങൾ എവിടെ വർക്ക് ചെയ്താലും സാലറി എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മറന്ന് കളയുക. പകരം പ്രിഫറൻസ് നിങ്ങൾ നോക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഞായറാഴ്ച വർക്ക് ചെയ്യാൻ പറ്റില്ല, അവധി ദിവസങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മറ്റുള്ള ഒരാൾ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ പറയാം എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അതൊക്കെ സഹിച്ചേ പറ്റൂ. ഈ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതായത് പേയ്മെൻറ്റിനെ മുൻനിർത്തി വെച്ചുകൊണ്ടിട്ട് എന്ത് ജോലിയും തയ്യാറായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു 6 മാസം കഴിയുമ്പോഴേക്കും ബേൺ ഔട്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമ്മൾ നോർമലി നമുക്ക് ചിലപ്പോൾ ഹാപ്പിയാണ് നമുക്ക് തോന്നിയേക്കാം, പക്ഷെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മളുടെ ബോഡി ഫൈറ്റ് ചെയ്യുകയായിരിക്കും ഒരു പർട്ടിക്കുലർ ലെവലിൽ നമ്മളെ ഹാപ്പി ആക്കി വെക്കുക എന്നുള്ളത്. ഇത് സമയം കൂടുന്തോറും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ നിങ്ങളിത് അറിയണം എന്ന് പോലുമില്ല. നിങ്ങൾക്ക് പണ്ട് നിങ്ങളുടെ ഹോബി ആയിട്ടുള്ള വരക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ വരക്കാനായിട്ട് ശ്രമിച്ചു കഴിയുമ്പോൾ അതൊട്ടും പറ്റാതെയാകുകയും ദേഷ്യം വരികയും അതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുകയും ഒക്കെ പിന്നീട് ജോബിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള രീതിയിലേക്ക് നിങ്ങൾ ഇതൊരു സർക്കിളിലേക്ക് വീണു പോകും. അതായത് വീട് ജോലി ഈ ഒരു രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അതായത് നിങ്ങൾക്ക് ഒരിക്കലും കാലത്ത് എണീറ്റ് വർക്കിന് പോകാനായിട്ട് ബോറടിക്കില്ല എന്നുള്ളൊരു ഫീൽഡിൽ ജോലി തിരഞ്ഞെടുക്കുക. ആദ്യത്തെ 1 വർഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേയ്മെൻറ്റ് എന്നുള്ള കാര്യം ഒരുപാട് വിട്ടുകളയണമെന്നല്ല ഞാൻ പറയുന്നത്. പ്രയോറിറ്റി നിങ്ങളുടെ വർക്ക് കണ്ടീഷൻസിന് കൊടുക്കുക. വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു വർക്ക് പ്ലേസിന് കൊടുക്കുക. എനിക്കറിയാവുന്ന കേസിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് €500 എക്സ്ട്രാ കിട്ടും. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് 3 മണിക്കൂറോളം യാത്ര ചെയ്തുകൊണ്ടിട്ട് പോയി വരുന്ന ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. 3 മാസമാണ് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ജോലിക്ക് പോയതിനു ശേഷം നിർത്തിപ്പോയി. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങും. അപ്പോൾ ഈ നേഴ്സിംഗ് ഫീൽഡിൽ ബേൺ ഔട്ട് എന്ന് പറയുന്ന സംഭവം വളരെ കൂടുതലാണ്. നമ്മൾ ഇത്തിരി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോബാണ്, അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതനുസരിച്ച് നമ്മളുടെ ടൈമുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളുടെ ഫ്രീ ടൈമിൽ നല്ല ഹോബീസ് ഫോളോ ചെയ്യുക, പുറത്തൊക്കെ പോവുക. ഈ ഒരു കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഹോസ്പിറ്റലിൽ ചെയ്തപ്പോൾ എൻ്റെയും മെൻ്റൽ ഹെൽത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അത് പതുക്കെ റിക്കവറായി വരും. നമ്മൾ സ്വയം കണ്ടെത്തണം. പിന്നെ ഈ വെതറും അത്ര സപ്പോർട്ടീവ് അല്ല. വിൻ്റർ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടിട്ട് തന്നെ ജോലി കഴിയുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളുടെ പ്രിഫറൻസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാലത്ത് എണീറ്റതിന് ശേഷം സന്തോഷത്തോടെ ജോലിക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്തേക്കുള്ള രീതിയിൽ നിങ്ങൾ ജോലി തിരഞ്ഞെടുക്കുക.